സ്വർലോകനാടൻ്റെ നിത്യനാടാം ലോകം എന്നു ഞാൻ കാണുമാ നിത്യത. ഹായൻ പ്രേമമേ ഹാമേ ലോകമേ, ഹായൻ പ്രേമമേ ഹാമേ ലോകമേ എന്നു ഞാൻ കാണുമാ നിത്യത, എന്നു ഞാൻ കാണുമാ നിത്യത. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഗ്രേസ് മിനിസ്ട്രീസിൻ്റെ സ്വാതന്ത്ര്യ സന്ദേശമെന്ന ഞങ്ങളുടെ TV പ്രോഗ്രാമിലേക്ക് എല്ലാ നല്ല ശ്രോതാക്കളെയും ഞങ്ങൾ ദൈവനാമത്തിൽ സ്വാഗതം ആശംസിക്കുന്നു. ടീമിൻ്റെ വന്ദനം അറിയിക്കുന്നു. പ്രാർത്ഥനയോടെ, വിശ്വാസത്തോടെ, പ്രതീക്ഷയോടെ ഇന്നത്തെ ഈ വചന കേൾവിയിലേക്ക്, ധ്യാനത്തിലേക്ക്, പഠനത്തിലേക്ക് നിങ്ങളെ ഉത്തരവാദിത്തത്തോടെ വരാൻ ഞാൻ നിങ്ങളെ നിർബന്ധിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ദൈവവചനം എന്തൊക്കെ ചെയ്യുമെന്ന് ചില എപ്പിസോഡ് മുമ്പ് ഞാൻ അക്കമിട്ട് നിരത്തി ആയതുപോലെ TV കാണിച്ചു തന്നു. ഫോട്ടോ എടുക്കുന്നവർക്ക് എടുക്കാം, കുറിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ യൂട്യൂബിലൂടെ കയറിറങ്ങി കാണണമെങ്കിൽ അങ്ങനെ കാണാം. ഇങ്ങനെയൊക്കെയായും നിങ്ങളെ സ്നേഹിച്ചും കരുതിയും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചും ചെയ്യുന്ന ഈ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ മഹത്തായ സേവനത്തെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ ദൈവനാമത്തിൽ അപേക്ഷിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായിട്ട് വായിക്കുന്നത് വിഷയം ഇതാണ്: ദൈവമഹിമ കണ്ട സാക്ഷികൾ. ദൈവമഹിമ കണ്ട സാക്ഷികൾ. 1 പത്രോസ് 1-ാം അധ്യായം 16-ാമത്തെ വാക്യം. ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പിൻ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. 2 പത്രോസ് 1-ാം അധ്യായം 16-ാം വാക്യം. 2 പത്രോസ് 1-ാം അധ്യായം 16-ാം വാക്യം. ഞങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശക്തിയും പ്രത്യക്ഷതയും നിങ്ങളോട് അറിയിച്ചത് നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടല്ല. ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചത് നിർമ്മിത കഥകളല്ല, പിന്നെ അവന്റെ മഹിമ കണ്ട സാക്ഷികളായി തീർന്നിട്ടത്രേ. അവന്റെ മഹിമ കണ്ട സാക്ഷികളാണ് ഞങ്ങൾ. യേശുക്രിസ്തുവിനെ കുറിച്ച് ഞങ്ങൾ പറയുന്നത് ഊഹാഭോഗമല്ല, ചരിത്രത്താളുകളിൽ നിന്ന് പെറുക്കിയെടുത്തതല്ല, അഥവാ ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ട് അതിനെ കുറേ കൂടെ സ്മോൾഡ് ചെയ്ത് ഭംഗിയാക്കിയതല്ല. ഞങ്ങൾ നേരിട്ട് കണ്ടതാണ് അവൻ്റെ മഹിമ. അവൻ്റെ മഹിമ കണ്ട സാക്ഷികൾ. എത്രത്തോളം നിങ്ങളെ ആദരിക്കുകയും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യാമോ അത്രത്തോളം ബഹുമാനിച്ചുകൊണ്ട് ഞാൻ പറയുന്നു, ഞാനും ഭാഗ്യവശാൽ അവിടുത്തെ മഹിമ കണ്ട ഒരു സാക്ഷിയാണ്. അതൊന്നും ഇപ്പോൾ വിശദീകരിക്കാൻ നിന്നാൽ ശരിയാവില്ല. അപ്പോൾ യേശുവിൻ്റെ മഹിമ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മഹിമ കണ്ടത് എങ്ങനെ, എവിടെ വെച്ച്, ആരൊക്കെ, എങ്ങനെ, എവിടെ വെച്ച്, ആരൊക്കെ, അത് കേട്ടിട്ട് നോക്കിയിട്ട് നമുക്ക് തിരിച്ചു വരാം. മത്തായി എഴുതിയ സുവിശേഷം 17-ാം അധ്യായം 1 മുതൽ ശാന്തമായിട്ട് തെറ്റാതെ അങ്ങ് വായിച്ചു. നിർത്തി വായിച്ചാൽ മതി, പതുക്കെ വായിച്ചാൽ മതി. 6 ദിവസം കഴിഞ്ഞ ശേഷം യേശു പത്രോസിനെയും യാക്കോബിനെയും അവന്റെ സഹോദരനായ യോഹന്നാനെയും കൂട്ടി തനിച്ച് ഒരു ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോയി. മലയിലേക്ക് പോയപ്പോൾ ആരൊക്കെ ഉണ്ടെന്നാണ് അവിടെ വായിച്ചത് കേട്ടല്ലോ. പത്രോസ്, യാക്കോബ്, യോഹന്നാൻ, യേശു, 4 പേർ. 4 പേരൊരു മലയിൽ പോയി. എന്താണ്, മലയിൽ കാട് വെട്ടാനാണോ, മലയിൽ കൃഷിയെടുക്കാനാണോ, എന്തിനാണ് പോയത്? അടുത്തത് അവരുടെ മുമ്പാകെ രൂപാന്തരപ്പെട്ടു. അവരുടെ മുമ്പാകെ യേശു രൂപാന്തരപ്പെട്ടു. അവന്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ച് അവന്റെ വസ്ത്രം വെളിച്ചം പോലെ വെള്ളയായി തീർന്നു. ഓക്കെ, അപ്പോൾ അടുത്ത വാക്യം ഞാൻ പറയുമ്പോൾ അവൻ്റെ വസ്ത്രത്തിന് മാറ്റം വന്നു, മുഖത്തിന് മാറ്റം വന്നു. ഈ മലയിൽ അവരെന്ത് ചെന്നു? പ്രാർത്ഥിക്കാൻ ചെന്നു. അഥവാ ആ മലയ്ക്ക് വിളിക്കുന്ന ഒരു പേരുണ്ട്, മറുരൂപമല എന്ന് പറഞ്ഞാൽ യേശുവിന് തനതായ തലം മാറിയിട്ട് ദൈവിക തലത്തിലേക്ക് യേശു വ്യത്യാസം വന്ന കാര്യമാണ് വായിച്ചത്. മുഖത്തിന് സൂര്യനേക്കാൾ പ്രകാശം,
വസ്ത്രത്തിന് തിളക്കത്തിൻ്റെ പ്രകാശം. ഈ 3 ശിഷ്യന്മാരുടെ മുമ്പിൽ ഇങ്ങനെ വന്നെങ്കിൽ മഹാദൈവത്തിന് മുമ്പിൽ ഞാനും നിങ്ങൾ പോയി നിൽക്കുമ്പോൾ എങ്ങനെ വരുമെന്നറിയാമോ? മറക്കരുത്, പോകാനൊത്താൽ എനിക്കല്ല, നിങ്ങൾക്ക്. നിങ്ങൾ ആരൊക്കെയാണെന്ന് ഞാൻ കാണുന്നില്ലല്ലോ. ഞാൻ അതിനുവേണ്ടി ഇറങ്ങി പുറപ്പെട്ട് പോകുമെന്നുള്ള കാര്യത്തിൽ ആശങ്കയില്ല. എത്രയോ കോടിക്കണക്കിന് ആൾക്കാർ ചുറ്റും നിന്ന് പറയുകയാണ് നിങ്ങൾ പോകത്തില്ലെന്ന് പറഞ്ഞാലും സാധ്യമല്ല, പോയിരിക്കും. അപ്പോൾ യേശുവിന് രൂപാന്തരം വന്നു. അതാണ് മറുരൂപമല എന്ന് പറയുന്നത്. അടുത്തത് മോശയും ഏലിയാവും അവനോട് സംഭാഷിക്കുന്നതായി അവർ കണ്ടു. അവർ രണ്ടുപേര് ഭൂമിയിൽ ഇല്ലാത്തവരായ രണ്ടുപേര് യേശുവിനോട് സംഭാഷിക്കുന്നതായി കണ്ടു. പിന്നത്തത് അപ്പോൾ പത്രോസ് യേശുവിനോട്, കർത്താവേ, നാം ഇവിടെ ഇരിക്കുന്നത് നന്ന്. നിനക്ക് സമ്മതമെങ്കിൽ ഞാൻ ഇവിടെ 3 കുടിലുണ്ടാക്കാം. ഒന്ന് നിനക്കും, ഒന്ന് മോശയ്ക്കും, ഒന്ന് ഏലിയാവിനും എന്ന് പറഞ്ഞു. പത്രോസിന് ഇനി മലയിൽ നിന്ന് ഇറങ്ങാൻ ഇഷ്ടമില്ല. പത്രോസിന്റെ താല്പര്യം ഏലിയാവ് ഇവിടെ താമസിക്കട്ടെ, മോശ ഇവിടെ താമസിക്കട്ടെ. യേശു അവിടെ താമസിച്ചോ? അതിന് അടുത്തത് അവൻ പറയുമ്പോൾ തന്നെ പ്രകാശമുള്ള ഒരു മേഘം അവരുടെ മേൽ നിഴലിട്ടു. ഇവരുടെ മേലൊരു മേഘം നിഴലിട്ടു. ആ മേഘത്തിനും പ്രകാശം ഉണ്ടായിരുന്നു. അടുത്തത് മേഘത്തിൽ നിന്ന്, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവങ്കൽ ഞാൻ പ്രസാദിക്കുന്നു, ഇവന് ചെവി കൊടുപ്പിൻ എന്ന ഒരു ശബ്ദവും ഉണ്ടായി. പിന്നെ ശിഷ്യന്മാർ അത് കേട്ടിട്ട് ഏറ്റവും ഭയപ്പെട്ട് കവിണ്ണു വീണു. ശിഷ്യന്മാർ കവിണ്ണു വീണു. ഇവരെന്തിനാണ് കവിണ്ണു വീഴുന്നത്? ഇവരെന്തിനാണ് ഭയപ്പെട്ടത്? ചിന്തിക്കാൻ പാടില്ലേ? ചിന്തിച്ചുകൂടെ? വിചാരിച്ചുകൂടെ? അവിടെ എന്താ സംഭവം ഉണ്ടായത്? ഒന്നും ഉണ്ടായില്ല. ശിഷ്യന്മാർ കഴിഞ്ഞാൽ പിന്നെ ആരാ ഉള്ളത്? യേശു. യേശുവല്ലേ ഇവരെ കൂട്ടിക്കൊണ്ടു പോയത്? അതെ. പിന്നെ എന്തിനാണിങ്ങനെ? അവിടെ വന്ന മോശയും ഏലിയാവും ഈ ഭൂമിയിലേക്ക് തിരിച്ചു വരുന്നുണ്ടോ? അപ്പോൾ ഇല്ല. പിന്നെ എന്തിനാണ് ഭയപ്പെട്ടത്? ഞങ്ങളെപ്പോലുള്ള ദൈവത്തിൻ്റെ അഭിഷിക്തന്മാർക്കേ, ദൈവത്തിൽ നിന്ന് അപ്പോയിൻമെൻറ്റ് മേടിച്ചവർക്കേ പെട്ടെന്ന് ക്ലിക്കാവും, മനസ്സിലാവും. എന്തിനാണ് ഞാൻ ഷോയിൽ പറയുന്നതറിയാമോ? ഇത് കേട്ടവരെല്ലാം കാര്യം ഗ്രഹിക്കട്ടെ എന്ന് ഓർത്തിട്ടാണ്. ഇതൊക്കെ വളരെ സ്പീഡായി പറഞ്ഞു പോകേണ്ട കാര്യങ്ങളാണ്. ഇതൊരു മഹത്തായ കാര്യമാണ്. പത്രോസിൻ്റെ മരണത്തോട് അടുക്കുന്ന സമയത്ത് അതും കൂടെ കുറിച്ച് വെച്ചേച്ച് പോവുകയാണ് പത്രോസിൻ്റെ മരണത്തെ കാര്യത്തെപ്പറ്റി 14-15 വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഇത് എഴുതിയത്. അപ്പോൾ നിൽക്കട്ടെ, എന്തിനാണ് ഭയപ്പെട്ട് കവിണ്ണ് വീണത്? ഭയപ്പെട്ടിട്ട് സാധാരണ കവിണ്ണാണോ വീഴുക? മലർന്നല്ലേ വീഴുക? പുറകോട്ടല്ലേ വീഴുക? കവിണ്ണ് വീണു. ഞാൻ പ്രേക്ഷകരെ എങ്ങനെ സ്നേഹിക്കാം, എങ്ങനെ ബഹുമാനിക്കാം, അവർക്ക് വേണ്ടി എങ്ങനെ പ്രാർത്ഥിക്കാം ചിന്തിക്കുന്ന ആളായതുകൊണ്ട് ഞാനിങ്ങനെ കൈകൂപ്പി പറയുകയാണ്. ദൈവസാന്നിധ്യത്തിൻ്റെ മുമ്പിൽ നിൽക്കുവാൻ, ദൈവശബ്ദത്തിൻ്റെ മുമ്പിൽ നിൽക്കുവാൻ, ദൈവ തേജസ്സിൻ്റെ മുമ്പിൽ നിൽക്കുവാൻ ഉള്ള കപ്പാസിറ്റി ഈ ശരീരത്തിനില്ല. പത്രോസിനില്ല, യോഹന്നാനില്ല, യാക്കോബിനില്ല. 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തതിൽ യേശു സ്പെഷ്യലായിട്ട് എവിടെ പോകുമ്പോഴും ഇവരെ 3 പേരെ മാത്രമേ കൊണ്ടുപോകാറുള്ളൂ. ഒടുവിലത്തെ ഗതസമേന തോട്ടത്തിലും ഇവരേ ഉള്ളൂ. ബാക്കിയുള്ളവർക്ക് പോകാൻ മനസ്സില്ലാഞ്ഞിട്ടോ പോകാഞ്ഞിട്ടോ ഒന്നും ആയിരിക്കുകയില്ല. യേശു അവരെ കൊണ്ടുപോകുന്നില്ല. ഇവർക്ക് പോലും ഈ തേജസ്സിൻ്റെ മുമ്പിൽ, സാന്നിധ്യത്തിൻ്റെ മുമ്പിൽ നിൽപ്പാൻ ശേഷിയില്ല. അവർ കവിണ്ണു വീണു. അപ്പോൾ സ്വരം കേട്ടു, ആമേൻ, ആമേൻ. ഇതൊക്കെ വായിക്കുമ്പോഴേ, പ്രാർത്ഥനയോടെ വായിക്കുമ്പോൾ, ആവശ്യബോധത്തോടെ വായിക്കുമ്പോൾ, വിശപ്പോടെ വായിക്കുമ്പോൾ, ദാഹത്തോടെ വായിക്കുമ്പോൾ, വയറുവിശപ്പിൻ്റെ കാര്യമല്ല, ആത്മാവിൻ്റെ വിശപ്പിൽ വായിക്കുമ്പോൾ, ഈ വേദഭാഗമൊക്കെ വായിക്കുമ്പോൾ പ്രാർത്ഥനയോടെ, ശ്രദ്ധയോടെ,
ദാഹത്തോടെ, വിശപ്പോടെ, കാര്യത്തിൻ്റെ ഗൗരവം അല്ലെങ്കിൽ പൊരുൾ, മർമ്മം തിരിച്ചറിയണമെന്നുള്ള കൊതിയോടെ വായിക്കുമ്പോൾ ഞങ്ങളും വിറച്ചു പോയിട്ടുണ്ട്. എപ്പോഴും എല്ലാ ജനത്തിൻ്റെയും പുരുഷാരത്തിൻ്റെ ഇടയിൽ കൂടെ സഞ്ചരിക്കുന്ന യേശു രൂപാന്തരപ്പെട്ടു. അത് പൂർണ്ണതയിലൊന്നും, പൂർണ്ണമായ ദൈവത്തിലൊന്നും രൂപാന്തരപ്പെട്ടില്ല. ചെറിയ രൂപാന്തരമുണ്ടായി. ഇവർക്ക് നിൽപ്പാൻ കഴിയുന്നില്ല. മേഘം മുകളിൽ അതിൻ്റെ പ്രകാശവും വന്നിരിക്കുന്നു. അവിടെ നിന്ന് ശബ്ദം കേൾക്കുന്നു. ആ ശബ്ദം നമുക്കൊന്നുകൂടി വായിച്ചു കേൾക്കാം. മത്തായി എഴുതിയ സുവിശേഷം 17:4-5 വാക്യം വായിച്ചാൽ. കർത്താവേ, നാം ഇവിടെ ഇരിക്കുന്നത് നന്ന്. നിനക്ക് സമ്മതമെങ്കിൽ ഞാൻ ഇവിടെ 3 കുടിലുണ്ടാക്കാം. ഒന്ന് നിനക്കും, ഒന്ന് മോശയ്ക്കും, ഒന്ന് ഏലിയാവിനും എന്ന് പറഞ്ഞു. അവൻ പറയുമ്പോൾ തന്നെ പ്രകാശമുള്ളൊരു മേഘം അവരുടെ മേൽ നിഴലിട്ടു. മേഘത്തിൽ നിന്ന്, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവങ്കൽ ഞാൻ പ്രസാദിക്കുന്നു, ഇവന് ചെവി കൊടുപ്പിൻ എന്ന് ഒരു ശബ്ദവും ഉണ്ടായി. പിതാവായ ദൈവത്തിന്റെ സാന്നിധ്യം മേഘത്തിൽ വന്നിരിക്കുന്നു. എൻ്റെ കുസൃതിയുടെ മനസ്സിനകത്ത് പലവട്ടം ഞാൻ ചിന്തിച്ചു, അല്ലെങ്കിൽ ദൈവത്തോട് ചോദിച്ചു, എന്തിനാണ് അങ്ങ് ഇവിടെ വരാൻ ആവശ്യം? പൂർണ്ണമായ ഉത്തരം, വ്യക്തമായ മറുപടി ലഭിച്ചു എന്ന് അവകാശപ്പെടുന്നില്ല. എങ്കിൽ കൂടെ എനിക്ക് എൻ്റെ കൊച്ചു മനസ്സിൽ ബോധ്യം വന്നൊരു വാക്ക് പറയാം. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പീൻ എന്ന് ഇവർ 3 പേരോടൊന്ന് പറയാൻ വന്നതാ. സ്നാനപ്പെട്ട് കയറിയപ്പോൾ പിതാവാം ദൈവം അങ്ങനെ അരുളപ്പാട് ചെയ്തതാ. അപ്പോൾ ഈ ശിഷ്യന്മാരായിട്ട് യേശു ആരെയും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ല. ഇവരാരും അരികത്തുമില്ല. ഇവരും കൂടെ ഇതൊന്ന് കേൾക്കണം. കാരണം യേശു ആരോപണം ചെയ്തു കഴിഞ്ഞാൽ, സ്വർഗത്തിലേക്ക് ആരോപണം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ലോകത്തിൻ്റെ മുമ്പിൽ സാക്ഷികളായി നിൽക്കേണ്ടത് ഇവരാണ്. ഇവർ ഇവൻ്റെ മഹിമയൊന്ന് കാണട്ടെ. ഇവർ എൻ്റെ സ്വരം ഒന്ന് കേൾക്കട്ടെ. എൻ്റെ തീർപ്പ് എന്താണെന്നും ഉദ്ദേശം എന്താണെന്നും പ്ലാനിങ് എന്താണെന്നും ഇവരറിയട്ടെ. അതുകൊണ്ടാണ് ഞാൻ മേഘത്തിൽ വന്നത്. അവർ കവിണ്ണ് വീണതുകൊണ്ട് അവർക്ക് പരിക്കൊന്നും പറ്റില്ല. അത് ദൈവ സാന്നിധ്യത്താലും ദൈവ ശക്തിയുടെ ആ പവർ കൊണ്ടാണ് സംഭവിക്കുന്നത്. അത് പരിക്ക് പറ്റുന്ന വീഴ്ചയല്ല. ഓർത്ത് നോക്കുക. ഇത്ര മഹത്വമുള്ള നാഥനായ യേശുവിൻ്റെ മഹിമ കണ്ട സാക്ഷിയായി ആ കാര്യം കുറിച്ചു വച്ചിരിക്കുന്നത് വായിക്കുമ്പോൾ അഥവാ കേൾക്കുമ്പോൾ ഞങ്ങൾക്കൊക്കെ ആത്മാവിൻ്റെ തരിപ്പുണ്ടാകുന്നു, പരിശുദ്ധാത്മാവിൻ്റെ തള്ളലുണ്ടാകുന്നു, എരിവുണ്ടാകുന്നു, തീക്ഷ്ണതയുണ്ടാകുന്നു. കേൾക്കുന്ന നിങ്ങൾക്കിപ്പോൾ അത് ഉണ്ടാകുന്നുണ്ടോ? അത് ദൈവമായിട്ടുള്ള ബന്ധത്തിൽ ജീവിക്കുന്നവർക്കുള്ള നന്മയാണത്, അനുഗ്രഹമാണത്, വിടുതലാണത്. ആ സമയത്ത് ശരീരത്തിലെ രോഗമെല്ലാം അഴിഞ്ഞ് പറഞ്ഞു പോകും. കാരണം ഈ ശക്തിക്ക് മുമ്പിൽ നിൽക്കാനുള്ള ശേഷി രോഗത്തിനില്ല. രോഗത്തിനില്ല. ഏത് ആസ്പത്രിയിലും, ഏത് രോഗത്തിനും, ഏത് ഡോക്ടർക്ക് മുമ്പിലും നാം പാഞ്ഞു പോകുന്നതിന് മുമ്പ് 5 സെക്കൻഡ്, കഴിയുമെങ്കിൽ അര മിനിറ്റ്, 1 മിനിറ്റ് ഇവരെല്ലാം മീതെയുള്ള മഹാ ഡോക്ടറോട് പറഞ്ഞിട്ട് പോവുക. ആ ഡോക്ടർ പറഞ്ഞത്, ഞാൻ എൻ്റെ വചനം വായിച്ച് തന്നെ സൗഖ്യമാക്കും. ഞാൻ എൻ്റെ വചനം വായിച്ചാൽ അത് വെറുതെ എൻ്റെ അടുത്ത് മടങ്ങി വരികയില്ല. എൻ്റെ ഇഷ്ടം ഞാൻ നിവർത്തിക്കും. ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കും. എന്തിനാണ് വചനം വായിക്കുന്നത്? ഡോക്ടർമാരുടെ കൈകൾക്ക് ഒരു പെശക് വരരുത്. അവരെഴുതുന്ന മരുന്നുകൾക്ക് ഒരു വിധത്തിലും ഈ ശരീരവുമായിട്ട് യോജിക്കാൻ കഴിയാതെ വരാതിരിക്കണം. അഥവാ കർത്താവിൻ്റെ കൈ അവരുടെ മേൽ വരണം. അതുകൊണ്ടാണ് എല്ലാവരിലും മേലെയായ മഹാ ഡോക്ടറായിരിക്കുന്ന, പൂർണ്ണതയും തികവും മികവുമുള്ളതായ ദൈവത്തോട് പറയണമെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ഒരു രോഗത്തിന് നിൽക്കാൻ ശേഷിയില്ല. ദൈവശക്തി ആവഹിച്ചെടുക്കണം. ഞാൻ പറഞ്ഞില്ല, രോഗത്തിന് വേണ്ടി ദൈവം ചെയ്ത നന്മകളിൽ
ഒരെണ്ണം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനെയാണെന്ന്. പരിശുദ്ധാത്മാവിൻ്റെ നിറവ് പ്രാപിച്ച ശിഷ്യന്മാർ, കന്യകമറിയ, ബാക്കിയുള്ള 108 പേർ ഒറ്റ ദിവസം ഒരേ സമയത്ത് ഒരേ നിലവാരത്തിൽ ആത്മശക്തി പ്രാപിച്ചവരാണ്. അന്നാണ് ആദ്യത്തെ ഒരു സന്ദേശം ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ നിന്ന് പത്രോസ് പറഞ്ഞത്. ആ പരിശുദ്ധാത്മാവിൻ്റെ പവർ വ്യാപരിച്ചപ്പോൾ പെരുന്നാളിനോന്ന് യഹൂദന്മാർ ആലില പോലെ വിറച്ചു. അവിടെ എഴുതിയിരിക്കുന്നത് 3000-ഓളം പേർ അന്ന് സ്നാനപ്പെട്ടു എന്നാ. ഇത് കള്ളം എഴുതി വെക്കുന്നതാണോ? ഇത് കളിപ്പീരിൻ്റെ പുസ്തകമാണോ? ഇത്ര മഹത്തായ, വ്യക്തമായ, ലളിതമായ, കൃത്യമായ സന്ദേശം നമ്മുടെ മുമ്പിൽ ദൈവാത്മാവ് കൊണ്ടെത്തിക്കുമ്പോൾ എന്താണ് നമ്മുടെ പ്രതികരണം? ഇപ്പം നാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയം എന്താണ്? ഏറ്റവും യൗവന തലത്തിലായിരിക്കുന്ന ശക്തന്മാരായ പുരുഷന്മാരായിരിക്കുന്ന അപ്പോസ്തലന്മാർ കവിണ്ണു വീണു. ആ ഭാഗം ഓർമ്മ വന്നപ്പോൾ എഴുത്തുകാരനായ പത്രോസ് തൻ്റെ ലേഖനത്തിൽ എഴുതി, ഞങ്ങൾ അവൻ്റെ മഹിമ കണ്ട സാക്ഷികളാണ്. ഞങ്ങൾ ക്രിസ്തുയേശുവിനെ കുറിച്ച് പറയുന്നത് നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടല്ല. പത്രോസ് എഴുതിയതും പത്രോസ് ജീവിച്ചതുമായ കാലടികളെ, നിഴലുകളെ അനുകരിക്കുന്നവരായി ഞങ്ങൾക്കും ഇതല്ലാതെ മറ്റൊന്നും അക്ഷരം കൂട്ടിയും കുറച്ചും പറയാൻ ഞങ്ങളുടെ പക്കൽ ഇല്ല. പറയത്തില്ല. പിന്നെ എന്താ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്? അവൻ്റെ മഹിമ കണ്ട സാക്ഷികൾ. അവൻ്റെ മഹിമയ്ക്ക് മുമ്പിൽ നിവരെ നിൽക്കാൻ ബലമില്ലാത്ത ഈ ബോഡി, ഈ ശരീരം ഒരിക്കലും സ്വർഗത്തിൽ കൊണ്ടുപോകത്തില്ല. സ്വർഗത്തിലെ സ്ഥിതി ഇതുമായിട്ട് ചേരുകയില്ല. ആദ്യം വായിച്ച വാക്യത്തിലെ യഹോവ എന്ന് ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങൾ വിശുദ്ധരായിരിപ്പീൻ. എൻ്റെ ശരീരം ആ വിശുദ്ധിക്ക് ചേരുന്നില്ല. പൗലോസ് പറഞ്ഞു, അയ്യോ ഞാൻ ജഡമയൻ, പാപസംബന്ധമായ എൻ്റെ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും. അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ ശരീരം കൊണ്ടുപോകത്തില്ല, പിന്നെ എങ്ങനെ കൊണ്ടുപോകും? ഈ ശരീരത്തിൻ്റെ പേരാണ് മൺമയമായ ശരീരം. കാരണം ഇത് മണ്ണിൽ നിന്ന് വന്നതാണ്. പ്രാപിക്കാൻ പോകുന്ന ആത്മീയ ശരീരത്തിൻ്റെ പേരാണ് വിൺമയമായ ശരീരം. വിൺമയമായ ശരീരത്തിൽ ഇതിൽ നിന്ന് പുറപ്പെട്ട ആത്മാവ് എവിടെയായിരിക്കുന്നുവോ അവിടെ നിന്ന്, ആ ആത്മാവ് എവിടെയായിരിക്കുന്നുവെന്ന് കൊട്ടേഷനൊന്നും വേണ്ട, ഞങ്ങൾക്ക് കൃത്യമായിട്ട് പുസ്തകത്തിൽ കൂടെ അറിയാം. ആ അറിവ് ഇതാണ്: വിശ്രമസ്ഥലത്താണ്, റെസ്റ്റ് ഹൗസ്. മറ്റത് എവിടെയാണ്? യാതനാ സ്ഥലത്താണ്. അവിടെ എന്താണ്? യാതനയും വേദനയും ജ്വാലയുമാണ്. ആര് പറഞ്ഞു? യേശു കർത്താവ് പറഞ്ഞാൽ പോരെ? ആരേത് കണ്ടേച്ച് വന്നെന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അവരോട് ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ കൂടുന്ന ഒരാൾ പോയി കണ്ടിട്ട് വന്നതുകൊണ്ടാണ്. അതാരാന്ന് കേൾക്കാനായിട്ട് അവർ കണ്ണുങ്ങൾ തിളക്കത്തോടെ നോക്കി നിൽക്കും. അവർ വിചാരിച്ച ആളല്ല പറയുന്നത്. ഞാനവരോട് പറയാറുള്ളൂ, ഞങ്ങളുടെ കൂടുന്ന് പോയി വന്ന ആളുടെ പേര് യേശു എന്നാ. അവൻ മരണത്തിനപ്പുറം പോയി തിരിച്ചു വന്നു. അവിടുത്തെ എല്ലാ സ്ഥിതിയും ഗതിയും സ്വഭാവവും വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. അവനാണ് പറഞ്ഞത്. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം ദൈവമഹിമ കണ്ട സാക്ഷികൾ ഈ ലോകത്തോട് എല്ലാതരം ഭാഷകളിലും ഇടതടവില്ലാതെ എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറും വിവിധ മാധ്യമങ്ങൾ വഴിയായി നമ്മുടെ കാതിൽ അലയടിച്ചു കയറുന്ന സുവിശേഷത്തെ, ദൈവിക സന്ദേശത്തെ പുറങ്കാലം കൊണ്ട് തട്ടിക്കളഞ്ഞിട്ട് ഇതൊക്കെ എത്ര കേട്ടതാണെന്നുള്ള ഭാവത്തിലോ ഇതൊന്നും എനിക്ക് കേൾക്കണമെന്നുള്ള തോന്നലിലോ ഇന്ന് പോകാം. കാരണം ഇത് കൃപായുഗമാണല്ലോ. കൃപായുഗത്തിൽ ധരിച്ചു വീഴുമ്പോഴേ വിവരം അറിയൂ. ഞാൻ അവിടേക്ക് പോകുന്നില്ല. ഇപ്പോൾ അതൊക്കെ ഞാൻ എത്രയോ പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞതാണ്. ഇവന് ചെവി ഒടുപ്പീൻ, യേശുവിന് ചെവി ഒടുപ്പീൻ.
എന്ന് പിതാവായ ദൈവമെന്ന് അപ്പോസ്തലന്മാരോട് പറഞ്ഞപ്പോൾ ഓർക്കുക, ഇന്നവർ ചെവി കൊടുക്കാനല്ല, ഇവർ ചെവി കൊടുത്തിട്ട് ലോകത്തോടെ അത് പറയുകയും അവൻ്റെ മഹിമ ഇത്ര അനുഗ്രഹമായിരുന്നെന്ന്, ഇത്ര തേജസ്സേറിയതായിരുന്നെന്ന്, ഇത്ര പ്രകാശധാരയായിരുന്നെന്ന്. യേശു പറഞ്ഞ ലോകത്തിൻ്റെ വെളിച്ചമാണ്. ശിഷ്യന്മാരെ നോക്കേണ്ട ആ കാലത്ത് യേശു പറഞ്ഞു, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ്. വചനം വെളിച്ചമാണ്. ഇരുട്ടിനെ മാറ്റി പ്രകാശത്തെ കൊണ്ടുവരുന്നതാണ് വെളിച്ചം. അതുകൊണ്ട് എൻ്റെ പ്രിയരെ, അതും ഇതും കഥകളെല്ലാം പറഞ്ഞ് നിങ്ങളുടെ സ്വപ്നത്തെ വലുതാക്കി നിങ്ങളുടെ വൈകാരിക മനസ്സിനെ തൊട്ടുണർത്തി നിങ്ങളൊരു ഒരു 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 പുതിയ മോഹവലയത്തിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്ന കാര്യം വചനം പറയുക എന്നുള്ളത് മാത്രമാണ്. വചനം, ആകാശം മാറും, ഭൂമി മാറും, എന്നാൽ വചനത്തിൻ്റെ വള്ളിക്കും പുള്ളിക്കും മാറ്റം വരികയില്ല. വചനം പറഞ്ഞവനും മാറും, പക്ഷേ വചനം മാറുന്നില്ല. അതുകൊണ്ട് 17-ാം അധ്യായത്തിൻ്റെ ആ 6-ാം വാക്യം ഒന്നുകൂടി വായിച്ച് നമുക്ക് വിടാം. ശിഷ്യന്മാർ അത് കേട്ടിട്ട് ഏറ്റവും ഭയപ്പെട്ട് കവിണ്ണു വീണു. അടുത്തത്, യേശു അടുത്തു ചെന്ന് അവരെ തൊട്ടു. എഴുന്നേൽപ്പിൻ, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. ഉണ്ടായിരുന്നു എന്നുള്ളത് യേശു സമ്മതിച്ചല്ലോ. കവിണ്ണു വീണു എന്നുള്ളത് യേശു സമ്മതിച്ചല്ലോ. സ്തോത്രം. 4 പേര് പോയി എന്നുള്ളത് ഏത് കൊച്ചും വായിച്ചാൽ സമ്മതിക്കുമല്ലോ. 4 പേര് വന്ന യേശു ആയിരുന്നല്ലോ. യേശു വീണില്ലല്ലോ. യേശുവിൻ്റെ ശരീരം ദ്രവത്വം കാണുന്ന ശരീരമല്ല, അഴുകിപ്പോകാൻ കഴിയുന്നതും പോകുന്നതുമായ ശരീരമല്ല. ആ ശരീരം വിശുദ്ധ ശരീരമാണ്. അത് ഭൂമിയിൽ നിന്ന് വന്നതല്ല, സ്വർഗീയ മന്ദിരത്തിൽ നിന്ന് വന്നതാണ്. അതേ ശിശു സഹജമായ നിലയിൽ കൊണ്ടുവരാൻ ദൈവത്തിന് കഴിയും. അത് ഒരു സ്ത്രീയിൽ ജന്മം പിടിപ്പിക്കാൻ ദൈവത്തിന് കഴിയും. അതുകൊണ്ടാണ് സന്ദേശം അറിയിച്ച മാലാഖ മറിയയോട് പറഞ്ഞത്, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. മറുപടി മറിയയുടെ, നിന്റെ വാക്ക് പോലെ എനിക്ക് ഭവിക്കട്ടെ. അതുകൊണ്ട് യേശു വീഴില്ല. അവൻ്റെ ശരീരം മൺമയമല്ല. അവൻ്റെ ശരീരം കല്ലറയ്ക്കകത്ത് വെച്ചെങ്കിലും അത് അഴുകില്ല. ഞാൻ ശരീരത്തെക്കുറിച്ച് പറയുന്നതല്ല എൻ്റെ ഇപ്പോഴത്തെ വിഷയം. അതുകൊണ്ട് ഞാൻ ആ ഭാഗം വിടട്ടെ. ഇവിടെ പറഞ്ഞു വന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ദൈവം ധാരാളമായി കൃപ നൽകട്ടെ. ഈ മഹിമ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ട ഒരു കാര്യം ഒന്ന് ഓർപ്പിച്ച് അവസാനിപ്പിക്കുക. എബ്രായ ലേഖനം 11-ാം അധ്യായം ഒന്നെടുക്കണം. 11:13. ഇവർ എല്ലാവരും വാഗ്ദത്തം നിവൃത്തി പ്രാപിക്കാതെ ദൂരത്തു നിന്ന് അത് കണ്ട് അഭിവന്ദിച്ചും ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളുമെന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു. അടുത്ത വാക്യം. ഇങ്ങനെ പറയുന്നവർ ഒരു പിതൃദേശം അന്വേഷിക്കുന്നുവെന്ന് കാണിക്കുന്നു. അടുത്തത്, അവർ വിട്ടുപോന്നതിനെ ഓർത്തുവെങ്കിൽ മടങ്ങിപ്പോകുവാൻ ഉണ്ടായിരുന്നുവല്ലോ. അടുത്തത്, അവരോ അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചിരുന്നു. അടുത്തത്, ആകയാൽ ദൈവം അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. ദൈവം അവരുടെ ദൈവം. ഇവരെല്ലാവരും വാഗ്ദത്തം നിവൃത്തി പ്രാപിക്കാതെ ദൂരത്തുന്നത് കണ്ടു. എന്താണ് കണ്ടത്? കണ്ടപ്പോൾ ഒരു കാര്യം വാ തുറന്ന് പറഞ്ഞു. എന്താണ് പറഞ്ഞത്? സ്തോത്രം. കണ്ടത്, കണ്ടത് അവരുടെ പിതൃദേശം എന്നാണ് അവർ അവകാശപ്പെട്ടത്. പിതൃദേശം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്ത്രീയിൽ ഒരു കുഞ്ഞുരുവാകുന്നതിന് മുമ്പേ ദൈവത്തിൻ്റെ പ്ലാനിംഗ് ഉണ്ട്. ആ പ്ലാനിംഗ് പ്രകാരം അവരുടെ പിതൃദേശമായിട്ട് അവർക്ക് നിയമിക്കപ്പെട്ടിരിക്കുന്നത്, ഒരുക്കപ്പെട്ടിരിക്കുന്നത് ദൈവരാജ്യമാണ്. അപ്പോൾ ദൈവരാജ്യം ദൂരത്തു നിന്ന് കണ്ടു. കണ്ടപ്പോൾ അവരൊരു കാര്യം വിളിച്ചു പറഞ്ഞു, ഞങ്ങളുടെ അന്യരാണ്,
പരദേശികളാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ആമേൻ, 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 ആമേൻ. നമുക്ക് വേഗത്തിൽ അവസാനിപ്പിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവർ വിശ്വാസത്തിൽ മരിച്ചു. അവരുടെ പിതൃദേശം ദൈവരാജ്യമാണ്, അവർ കണ്ടത് ദൈവരാജ്യമാണ്. അന്യരാണ്, പരദേശികളാണെന്ന് പറഞ്ഞവർ ഒന്ന് അബ്രഹാമാണ്, രണ്ട് സാറായാണ്, മൂന്ന് നോഹയാണ്. അങ്ങനെ അവർ 6 പേര് അവിടെയുണ്ട്. എല്ലാവരുടെയും പേര് ഉച്ചരിക്കേണ്ട ആവശ്യമില്ല. അവർ കണ്ടു. 1 മുതൽ വായിച്ചാൽ കാണാം. ഇബ്രാഹിലേഖനം 11-ന്റെ 1 മുതൽ 12 വരെ വായിച്ചാൽ കാണാം അവരാരൊക്കെയായിരുന്നു എന്ന്. അവരെല്ലാവരും ഒന്ന് കണ്ടു. ഈ പ്രത്യാശയാണ് ഞങ്ങൾക്കൊക്കെ ഉള്ളത്. നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടോ? ഞങ്ങൾ എന്താ കാണുന്നത്? ഞങ്ങൾ കാണുന്നത് വിദേശ രാജ്യങ്ങളല്ല. ഞങ്ങൾ കാണുന്നത് ഒരു മനോഹരമായ ഭവനമല്ല, ഒരു നല്ല വാഹനമല്ല. ഞങ്ങൾ എന്താണ് കാണുന്നത്? ഞങ്ങൾ കാണുന്നത് ദൈവരാജ്യമാണ്. ഞങ്ങൾ കാണുന്നത് യേശുക്രിസ്തുവിനെയാണ്. ഞങ്ങൾ കാണുന്നത് പിതാവാം ദൈവത്തെയാണ്. ഞങ്ങൾ ഒരുമിച്ച് പോകുന്നത് പരിശുദ്ധാത്മാവിൻ്റെ മേഘമാകുന്ന മന്ദിരത്തിലാണ്, മേഘമാകുന്ന വാഹനത്തിലാണ്. ചുരുക്കട്ടെ, അവസാനിപ്പിക്കട്ടെ. നമുക്കത് കാണണ്ടേ? അവൻ്റെ മഹിമ കാണണ്ടേ? ഞങ്ങൾ അവൻ്റെ മഹിമ കണ്ട സാക്ഷികൾ. പറഞ്ഞത് പത്രോസ്, എഴുതിയതും പത്രോസ്. അത് ആവർത്തിച്ച് വായിച്ച് സന്തോഷിച്ച് സാക്ഷ്യപ്പെടുത്തുന്നത് പിന്നെ തലമുറ മാറി വന്നവരായ ഞങ്ങളെപ്പോലുള്ളവർ, ആയിരക്കണക്കിന് ഭക്തന്മാർ, പിതാക്കന്മാർ അതിനുവേണ്ടി രക്തസാക്ഷികളായിട്ടുണ്ട്. ഈ ലോകം അവരെ കൊന്നൊടുക്കിയെന്ന അർത്ഥം. അതുകൊണ്ടൊന്നും ഈ മാർഗം ഇല്ലാത്തവരില്ല, മാർഗത്തിന് കോട്ടം വരികയില്ല. ബഹുമാനപ്പെട്ട 1ാം പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു പറഞ്ഞു, ക്രിസ്ത്യാനിയെ ഉപദ്രവിക്കരുത്. കാരണം ക്രിസ്ത്യാനിയെ ഉപദ്രവിച്ചാൽ അവർ പെരുകും. അതിനേക്കാൾ നല്ല ഉപദ്രവിക്കാതിരിക്കുന്ന എന്നർത്ഥം. ക്രിസ്ത്യാനിയെ ഉപദ്രവിക്കരുത്. മഹാന്മാർ, ഉന്നതന്മാർ, അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ബറാക് ഒബാമ മുതൽ എത്രയോ ഉന്നതന്മാർ ഈ പുസ്തകം വായിച്ച് അംഗീകരിച്ചു. എല്ലാ ഭാഷകളിലെയും പുസ്തകം ലോകം മുഴുവൻ സഞ്ചരിക്കുന്നു എന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇത്രയും മഹത്തായ ഈ സന്ദേശത്തെ, ഉണ്മയായ ഊഷ്മളമായ ഈ സന്ദേശത്തെ എന്തിനു തള്ളണം? എന്തിനു അവഗണിക്കണം? അതിനെ ചേർത്ത് പിടിക്കരുതോ? അതിനോട് പാപത്തോട് ലോകത്തോട് ചൊല്ലിട്ടിട്ട് അതിനോട് താതാത്മ്യപ്പെടരുതോ? കർത്താവ് നമ്മളെ അതിനു വേണ്ടി ഒരുക്കട്ടെ, അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. ആർക്കാണ് യേശുവിനെ വേണ്ടത്? ആർക്കാണ് യേശുവിനെ വേണ്ടത്? യേശുവിൻ്റെ മരണസമയത്ത് 9 കാര്യങ്ങൾ നടന്നതായി, ഭൂമിയിൽ 9 കാര്യങ്ങൾ നടന്നതായി ഞാൻ 2-3 എപ്പിസോഡ് മുമ്പ് പറഞ്ഞു കഴിഞ്ഞ കാര്യമുണ്ട്. ഇതാ ദൈവം തമ്പുരാൻ പറഞ്ഞു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പി. നിങ്ങൾ കൊടുക്കുമോ? ദൈവത്തിൽ സ്വർഗത്തിൽ നേരിട്ട് വന്ന സന്ദേശം നിങ്ങൾ കൊടുക്കുമോ? കൊടുത്താൽ നിങ്ങൾക്ക് നല്ലത്. പ്രാർത്ഥിക്കാം. കർത്താവിന് ചെവി കൊടുത്ത് കർത്താവിൻ്റെ വചനപ്രകാരം ജീവിക്കാൻ പ്രതിജ്ഞ എടുക്കുക, പ്രതിഷ്ഠ എടുക്കുക, ഏൽപ്പിച്ചു കൊടുക്കുക, വിളിച്ചപേക്ഷിക്കുക. സ്വർഗീയ പിതാവേ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വചനം കേട്ടവരായ ജനത്തോട്, മക്കളോട് വ്യക്തിപരമായി, കുടുംബമായി, സമൂഹമായി, സഭയായി ഇടപെടുമാറാകണമേ, ഇടപെടുമാറാകണമേ. ദൈവത്തിൻ്റെയും യേശുക്രിസ്തുവിൻ്റെയും ദൈവസഭയുടെയും മഹിമ കണ്ടവർ കുറിച്ചു വെച്ച ആ സന്ദേശത്തെ കൈമാറാൻ എളിയവരെ അനുവദിച്ചല്ലോ, പ്രേരണ തന്നല്ലോ. നന്ദി, നന്ദി. മഹത്വം മുഴുവൻ അങ്ങേക്ക്. ഇത് അങ്ങയുടെ നാമമഹത്വനാക്കി തീർക്കണമേ. വിശുദ്ധജനത്തെ ചേർക്കാൻ വേഗം വരുന്ന യേശുവിൻ ധന്യമായ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു.